അസ്സലാമു അലൈക്കും. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവ് സൃഷ്ടാവിനെ തന്നെ താക്കീത് ചെയ്യുന്നു. അഥവാ സൃഷ്ടാവ് നമ്മളെ ഹൃദയത്തിലുള്ളതും അതിന് പുറത്തുള്ളതും എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നുണ്ട്. ആകാശഭൂമിയിലുള്ള സകല വസ്തുവിനെയും അള്ളാഹു വലയം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യവും അറിയുന്നുണ്ട്. നമ്മൾ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ നമ്മളെ മരണം വരെയുള്ള നമ്മുടെ എല്ലാ കാലഘട്ടം സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മ തിന്മകൾ അള്ളാഹു അത് രേഖപ്പെടുത്തുന്നുണ്ട്. പോരാതെ തന്നെ നമ്മൾ നാളെ അത് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. അഥവാ പരലോകത്തിൽ വെച്ച് നമുക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തും നമ്മളെല്ലാ കർമ്മങ്ങളും, അത് നന്മയാവട്ടെ തിന്മാവട്ടെ. ഈ ഒരു കാര്യം കൊണ്ടാണ് സൃഷ്ടാവ് താക്കീതായിട്ട് പറയുന്നത്, നിങ്ങൾ എന്നെ സൂക്ഷിക്കുമോ, ഞാൻ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. അപ്പം ഇതേപോലെ തന്നെ 41 ഫുസിലത്ത് 53 54 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവിൻ്റെ തെളിവ് പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു അംശത്തെ പറ്റിയിട്ടാണ് നമ്മൾ താക്കീതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അംശത്തിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ ആ ഒരു രഹസ്യം വഴിയെ പുറത്തു വരുന്നതാണ് ഫുസിലത്തിൽ പറയുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ ഖുർആൻ സത്യമാണെന്ന് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. ഓർക്കുക, തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയത്തിലാവുന്നു. ഓർക്കുക, അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, ഖുർആൻ സത്യമാണെന്ന് തെളിയിക്കും. അപ്പം ഖുർആൻ സത്യമാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു രഹസ്യം സത്യം പുറത്തു വരും. വിവിധ ദിക്കിലും നമ്മളിൽ തന്നെയും ദൃഷ്ടാന്തങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അഥവാ രണ്ട് രീതിയിൽ ദൃഷ്ടാന്തങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. ഒന്ന് വിവിധ ദിക്കിലും, ഒന്ന് നമ്മളിൽ എന്ന് പറയുമ്പോൾ. നമ്മളിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ ബൈബിളിലും ഖുർആനിലും ഭഗവത്ഗീതയിലും നമ്മൾ പറഞ്ഞു ഹൃദയത്തെ ചലിപ്പിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തെളിവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയും. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോട്ടം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു വസിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം 3 ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തെളിവുണ്ട്. അതിന് പുറമെ സൃഷ്ടാവിൻ്റെ ഘടനയും നമ്മളെ ഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അഥവാ സൃഷ്ടാവിൻ്റെ ഘടന അല്ലെങ്കിൽ സൃഷ്ടാവ് ഇത്ര അംശങ്ങളാണ്, ആ ഒരു അംശം നമ്മളെ ആ ഒരു നിൽക്കുന്ന ഓർഡർ, ആ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മളെ മനുഷ്യ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ സൃഷ്ടാവിൻ്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നതും. ഈ നാമം കൈകളിലുള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാം അഥവാ മുഹമ്മദ് നബി ഒരുപാട് കാര്യങ്ങൾ നമ്മോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള താക്കീത് നമുക്ക് നൽകിയത്. അപ്പോൾ 2 രീതിയിൽ തെളിവ് വരും. ഒന്ന് നമുക്ക് പുറത്തും, ഒന്ന് നമ്മുടെ ശരീരത്തിലും. പുറത്തുനിന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്. സൃഷ്ടാവ് എല്ലാത്തിനും വലയം ചെയ്യുന്നുണ്ട്. അതെല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പം 2 രീതിയിലാണ് ആ ഒരു അംശത്തെ പറ്റിയിട്ടുള്ള തെളിവ് പുറത്തു വരല്. ഇനി സൃഷ്ടാവ് എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് നമ്മൾ അറിയും. ഫുസിലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൃഷ്ടാവ് എല്ലാത്തിനും സാക്ഷിയാണെന്ന് അറിയുന്നത്. അപ്പോൾ എല്ലാത്തിനും സാക്ഷിയാണ്. നമ്മുടെ ശരീരത്തിൽ സാക്ഷിയായിട്ട് നമ്മളെ കൈകളിലുണ്ട്, കാലുകളിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും അള്ളാഹു ഒരുപാട് സീക്രട്ട് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലും സാക്ഷിയാണ്, ശരീരത്തിലും സാക്ഷിയാണ്. ഇനി സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയം വരും എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ഈ ഒരു കാര്യം നമ്മളിലേക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു സംശയത്തിന് അവിടെ വഴിയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുമുട്ടും. നാളെ പരലോകത്തിൽ വെച്ച് തീർച്ചയായിട്ടും അള്ളാഹുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥയും വരും. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വരാൻ പാടില്ല. സൃഷ്ടാവിനെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുമുട്ടും. പക്ഷെ ആ സത്യങ്ങൾ നമ്മൾ ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ സംശയത്തിന് അവിടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയം വരുമെന്ന് ഫുസിലത്ത് 53 പറയുന്നത്. ഇനി 6, ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നു. ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാ കാര്യം ഞാൻ അറിയുന്നത്, കേൾക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്നും പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മ വേണം. ഈ ഒരു അറിവ് അഥവാ ഈ ഫുസിലത്ത് 53 പറയുന്ന സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുറച്ച് കാര്യങ്ങൾ. ഇത് എത്രത്തോളം നമ്മളെ ഭൂമിയിൽ സ്പ്രെഡായി പോകുന്നുണ്ടോ, എല്ലാ മനുഷ്യരിലേക്കും ഇത് എത്തുന്നുണ്ടോ, ഇത് നമ്മളിലേക്ക് എത്താന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകാവസാനത്തിൻ്റെ വക്കിലേക്കാണ് എത്തിക്കുക. കാരണം ഇതാണ് ഏറ്റവും വലിയ നീതി എന്ന് പറയാനുള്ളത്. ഇത് സൃഷ്ടാവിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം അറിവുകൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അമൂല്യമായ നീതി എന്ന് പറയുന്നത് സൃഷ്ടാവിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ സ്പ്രെഡായി പോകുന്നുണ്ടോ അത്രയും
നമ്മൾ അള്ളാഹുവിലേക്കുള്ള നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ സൃഷ്ടാവിലേക്ക് എത്തിപ്പെടുക എന്നുള്ള അവസാന കാലഘട്ടത്തിൽ അതിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു കാരണം കൂടി ആയിരിക്കും ഇത്. എല്ലാ സത്യവും നമ്മൾ മനസ്സിലാക്കുക.